ഒരു പുരോഹിതനായിരുന്നു. അത് മാത്രമല്ല ഒരു സ്ക്രൈബുമായിരുന്നു. അപ്പം അപ്പം ഒരാൾ ഇത് ചെയ്തെങ്കിലും ഇപ്പം അങ്ങനെ ഒത്തിരിയും ഇത് അതുകൊണ്ടാണ് 1, 2, 3 എന്നൊക്കെ ഒരു ദിവസങ്ങൾ വരാനിടയായി. അത് ഇവരുടെ ഓരോ എഡിഷൻ. അതേപോലെ നമ്മൾ എലോഹിം എന്ന് പറഞ്ഞ വാക്ക് അതിൻ്റെ അകത്ത് വരാൻ കാര്യം ഇതുതന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒറിജിനൽ ട്രാൻസ്ലേഷൻ്റെ അകത്ത് എഴുത്തിൽ എലോഹിം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ അത് എനിക്കൊന്ന് ഈ സ്ക്രൈബിൾ ആൾക്കാരെ എഡിറ്റ് ചെയ്തപ്പം ചേർത്ത. അതേപോലെ യഹോവ എലോഹിം, യഹോവ ദൈവം എന്നുള്ളത് അതും ചേർത്ത. അതേപോലെ അങ്ങനെ കുറേ. അതേപോലെ ദൈവം പറഞ്ഞു, ദൈവം ഇത് അങ്ങനെ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് പോലൊക്കെ നമ്മൾ ഇത്. അതേപോലെ നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്നതെന്ന് കഴിഞ്ഞാൽ ഉൽപ്പത്തി 1:1 മുതൽ 2:3 വരെ 7-ാം ദിവസം കഴിഞ്ഞ് പിന്നെ തുടങ്ങുന്നത് കണ്ടില്ലേ, ഒരു ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ പറയത്തില്ല ഇപ്പം വായിച്ച് നോക്കിയാൽ ഒരു 3-4 ചുരുളുകൾ ഒരുമിച്ച് കോപ്പീസല്ല ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ പോലെയാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ, 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അപ്പം ഒത്തിരിയും ട്രാൻസ്ലേഷൻ, ഒത്തിരിയും കാപ്പീസും അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച്, കൂടാതെ ഈ സ്ക്രൈബ്സിൻ്റെ ഈ ശാസ്ത്രിമാർ അതിൻ്റെ അകത്ത് എഴുതി ചേർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം ദിവസം ഒക്കെ ചേർക്കുകയും അവരുടെ ഒരു പുരോഹിതന്മാർ അവർക്ക് വേണ്ടത്. ഇപ്പം നോഹയുടെ ഇത് കഴിഞ്ഞാൽ പുരോഹിതന്മാർ എല്ലാത്തിനും ഒരു പേർ വെച്ച്, ആണും പെണ്ണുമായ ഒരു പേർ വെച്ച്. പക്ഷെ എന്നാൽ യഹോവിസ്റ്റ് വന്നത് 7 പേരും യാഗം കഴിക്കാനുള്ള 7 പേർ. അപ്പം ഓരോ ആൾക്കാർ അത് വന്നപ്പോൾ അവരത് 7 ഇതുണ്ടെന്നും എല്ലാം ചേർന്ന്. അപ്പം അങ്ങനെ ഒത്തിരി ആഡ് ഓൺസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് JDEP എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ JDEP ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു വിക്ടർ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു ദേവദാസിൻ്റെ ഒരു കമൻട്രി ഉണ്ട്. ഒത്തിരി നല്ല ജനസിസിനെ പറ്റി ഒത്തിരി നല്ല കമൻട്രീസ്. വിക്ടർ മാത്യൂസ് എന്ന് പറയുന്ന ആളെ, വിക്ടർ മാത്യൂസ്, അതേപോലെ വിക്ടർ ഹാമിൽട്ടൺ, അത് മാത്യൂസ് ഹാമിൽട്ടൺ ആണ്. അങ്ങനെ ഒരു ദേവദാസന്മാരൊക്കെ നല്ല 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 കമൻട്രി. അവരൊക്കെ അതിൻ്റെ അകത്ത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. JDEP, J എന്ന് പറഞ്ഞാൽ ജഹോവസ്, ഡ്യൂട്രോണമിസ്, എലോഹിസ്റ്റ് ആൻഡ് പ്രൈസ്, അങ്ങനെയുള്ള. അതേപോലെ ഈ എന്തുകൊണ്ടാണ് 1:1 മുതൽ 2:3 വരെ ഒരു ഇതും, പിന്നെ അടുത്ത 2:4 മുതൽ പിന്നെ എന്തിനാണ് ഒന്നുകൂടെ ക്രിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഥകളുണ്ട്. ഓരോ സ്റ്റോറികൾ, മിത്തുകൾ, പഴങ്കഥകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതായത് അപ്പം എന്തുകൊണ്ടാണ് ഇത് പറയാൻ എന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റോറികൾ, ഇഷ്ടം പോലെ സ്റ്റോറികൾ ഉണ്ട്. ആ സ്റ്റോറികളാണ് ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ ജനസിസ് നോക്കിയാൽ അതിൻ്റെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം പറയാനായി ഇസ്രായേൽ മക്കൾക്ക് അവർ എല്ലാ കാര്യങ്ങളും ലൈഫ് ഒരു ഗ്രാൻഡഡ് പോലായിരുന്നു. അവർ വൺസ് അവർ അടിമത്തത്തിലോട്ട് പോയപ്പം അവർക്ക് മനസ്സിലായി, അയ്യോ, ഞങ്ങൾ കേട്ട വചനമല്ലാതെ അതേപോലെ ഇഷ്ടം പോലെ വേറെ ക്രിയേഷൻ തിയറികളുണ്ടല്ലോ. അപ്പം ഒത്തിരിയും ക്രിയേഷൻ തിയറികളുണ്ട് നമ്മുടെ ഹിന്ദുക്കളിലും ജാപ്പനീസ് ആൾക്കാരിലും ചൈനീസ് ആൾക്കാരിലും ഒക്കെ ഒത്തിരിയും ക്രിയേഷൻ തിയറി ഉണ്ടെങ്കിലും ഞാൻ ഒരു 3-4 പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ഇത് ബൈബിളിനെ സംബന്ധിച്ച്. കാരണം അവർ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പോയപ്പോഴാണല്ലോ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ആ ഒരു ഇത്. അപ്പോൾ അതിന് ശേഷം വന്നപ്പോൾ അവർ പറഞ്ഞു, അയ്യോ,
ഇങ്ങനെയല്ല, ഇതല്ല ഞങ്ങളുടെ ദൈവം ഇതാണ്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ നടത്തിയ ദൈവം, യഥാർത്ഥ ദൈവം ഇതാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവർ ഇതെല്ലാം കൂടെ കൂട്ടി, ഈ സ്ക്രോൾസ് എല്ലാം കൂടെ, എഴുത്തെല്ലാം കൂടെ, മോശയുടെ എഴുത്തെല്ലാം കൂടെ. ഇപ്പോൾ മോശ എഴുതി എന്നുള്ളതിന് പല ആൾക്കാരും ചോദിക്കുന്നത്, പുതിയ നിയമത്തിൽ നമ്മുടെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോശയുടെ, നിങ്ങൾ മോശയുടെ സ്ക്രോൾസിനെ പറ്റി, ചുരുളിനെ പറ്റി മോശ എഴുതിയ വാക്കുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എഴുത്തുകാരൻ മോശയാണെന്നുള്ള എഴുതിയത്. പിന്നെ ഇതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ഒത്തിരിയും ആൾക്കാർ സ്ക്രോൾസ് ഈ ചുരുളിൽ ചേർത്ത് വെച്ചപ്പോൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇനിയും പറയാൻ പോകുന്ന കഥകൾ ഒരു 4-5 കഥകൾ അത് ഈ ക്രിയേഷനെ പറ്റി ഉള്ളതായതുകൊണ്ട്, നമ്മുടെ ബൈബിളിനെ പറ്റി ഉള്ളതായതുകൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ 100ഓളം ക്രിയേഷൻ തിയറികളുണ്ട്. പക്ഷേ ഒരു 4 നമ്മളുടെ ജനസിസ് മക്കളെ പറ്റി, ബൈബിളിനെ പറ്റിയുള്ളത് ആയതുകൊണ്ട് പറയുന്നു. ഒന്നാമത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനൂമ എലീഷ് എന്ന് പറഞ്ഞ ഒരു ചുരുളാണ്, അത് ഒരു ടാബ്ലറ്റാണ് ഉള്ളത്. അപ്പം ഈ ടാബ്ലറ്റിൻ്റെ അകത്ത് പറയുന്നത്, ആദ്യം ഒരു ദൈവം ഉണ്ടായിരുന്നു. ദൈവം അപ്സു, ഒരു ഫ്രഷ് വാട്ടർ ദൈവമാണ്. അതേപോലെ ഉപ്പു, കടലിൻ്റെ ദൈവമാണ് തിയാമത്ത് എന്ന് പറഞ്ഞ ഒരു ദൈവം. അപ്പം ഇത് വായിക്കുമ്പോഴേ അന്നത്തെ ആൾക്കാരുടെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. കാരണം നദികളെ ഒരു പാമ്പ് പോലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്നത്. 2, അമ്മ ആയ തിയാമത്തിനെ ഒരു ഫ്രഷ് വാട്ടർ. എന്തുകൊണ്ടാണ് അമ്മ തിയാമത്ത്? കാരണം അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ പിള്ളേർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മയിൽ നിന്ന് കുറേ യങ് ദൈവങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സോൾട്ട് വാട്ടറിന് കടലിനവർ അമ്മയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പക്ഷെ അന്ന് ഒരു പാമ്പ് നീളമുള്ളതുകൊണ്ട് പാമ്പായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതേപോലെ അപ്പനെ അവർ ഫ്രഷ് വാട്ടർ, അപ്പനല്ലേ എല്ലാം വീട്ടിൽ ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പം അവർ ഒരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫിഷ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്സുവിനെ അവരുടെ ഫ്രഷ് വാട്ടറായിട്ട്. അപ്പം ഈ 2 ദൈവങ്ങൾ, അപ്സുവും തിയാമത്തും, അവർക്ക് കുറേ യങ് ദൈവങ്ങളുണ്ടായി. ദൈവങ്ങളുണ്ടായപ്പം ഇതിലെ ഒരു ദൈവം ഈയ എന്ന് പറഞ്ഞാൽ, അല്ലെ എൻകി എന്ന് പറഞ്ഞ ഒരു ദൈവം, ഈ ദൈവം ഈ അപ്സു നോക്കണേ, ഈ കുറേ യങ് ചെറുപ്പക്കാർ വന്നു. അവരെയെല്ലാം അവരുടെ അവർക്ക് ശബ്ദം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അവരെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ എങ്കി എന്ന് പറഞ്ഞ ഒരു ദൈവം ഈ അപ്സുവിനെ കൊന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് തിയാമത്ത് എന്ന് പറഞ്ഞ അമ്മ ദൈവം ഇവരെ ഈയായും അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പം അങ്ങനെ വന്നിട്ട് ഈയ നമ്മുടെ ഒരു ഭൂതത്തെ, അല്ലെങ്കിൽ അവരുടെ സോൾജിയറായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പം അതിൻ്റെ ആ ദൈവത്തിൻ്റെ പേര് കിങ്കു എന്നാണ്. നമ്മുടെ ഹിന്ദു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ രാവണൻ്റെ പോലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഈ കിങ്കു എന്ന് പറഞ്ഞ ദൈവത്തെ ഉണ്ടാക്കി ഈ തിയാമത്ത്. എന്തിനാ? ഇവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഏറ്റവും അവസാനം ഈ ചെറു ദൈവങ്ങളെല്ലാം ഇത് കണ്ട് പേടിച്ച് അവർ പറഞ്ഞു, അവരൊരു ദൈവത്തെ, ഈ ഒരു ചെറുപ്പക്കാരനായ യങ് ദൈവത്തെ കണ്ടുപിടിച്ചു. ആ ആളുടെ പേരാണ് മാർഡൂക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാർഡൂക്ക് പറഞ്ഞു, ഓക്കെ, എന്നെ നിങ്ങൾ ചീഫ് ദൈവമാക്കാമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവർ ഫൈറ്റ് ചെയ്തു. ഈ മാർഡൂക്ക് ഞാൻ ദൈവത്തിൻ്റെ വേറെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ബൈബിളിൽ വരുമ്പോൾ ബാൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രീക്ക് വരുമ്പോൾ എനിക്കൊന്ന് സിയൂസ് ആണെന്ന് തോന്നുന്നു, ഈ സ്റ്റോളം ദൈവം, കൊടുങ്കാറ്റിൻ്റെയൊക്കെ ദൈവം. അപ്പം ഈ മാർഡൂക്ക് എന്തെടുത്തു കഴിഞ്ഞാൽ, ഈ തിയാമത്തിനെ കൊല്ലാൻ വേണ്ടി ഭയങ്കര കാറ്റ് അടുപ്പിച്ച് വാ തുറപ്പിച്ചിട്ട് അമ്പ് വെച്ച് ചെയ്ത് 2ആയിട്ട് സ്പ്ലിറ്റാക്കി. എന്നിട്ട് ഒരു ഭാഗം കൊണ്ട് ആകാശം ഉണ്ടാക്കി, ഒരു ഭാഗം കൊണ്ട്
ഭൂമി ഉണ്ടാക്കി. അപ്പം ഭൂമി ഉണ്ടാക്കി. അപ്പം ഇത് മറക്കരുത്. അടുത്ത നമ്മൾ ജനസിസിലോട്ട് വരുമ്പോൾ ഫർണമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിൻ്റെ അകത്ത് ഈ കോൺസെപ്റ്റുമായിട്ട് വരും ഈ ഇത്. അപ്പം ആ ഒരു ദൈവത്തെ, പാമ്പ് ദൈവത്തെ കൊന്നിട്ട്, അമ്മ പാമ്പ് ദൈവത്തെ കൊന്നിട്ട്, അതുകൊണ്ട് ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ആ ഭൂമിക്കകത്ത് ഇവർ കുറച്ച് കഴിഞ്ഞപ്പം മർഡോക്ക് ചീഫ് ദൈവമായല്ലോ, അവർക്ക് അവരെ സെർവ് ചെയ്യാൻ വേണ്ടി മനുഷ്യരെ ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്ത് കൊടുത്തു? ഈ കിങ്കു എന്ന് പറഞ്ഞാൽ ഈ തിയാമാത്തിൻ്റെ ജനറലായിരുന്ന ഈ കിങ്കു എന്ന് പറഞ്ഞ ആളെ കൊന്നിട്ട് ആ രക്തം കൊണ്ടാണ് മനുഷ്യരെ ഉണ്ടാക്കി. മനസ്സിലായി? മനുഷ്യരെ ഉണ്ടാക്കി ഇവരെ സെർവ് ചെയ്യാൻ വേണ്ടി ഉള്ള സെർവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്. അപ്പം മാർഡൂക്കിൻ്റെ വലിയൊരു മാർഡൂക്കാണ് ഈ ടൈഗ്രീസും യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞ റിവർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോന്നു. അപ്പം ദൈവങ്ങളെല്ലാം തമ്മിൽ അടിയുണ്ടാക്കി. മനസ്സിലായി? എന്നിട്ട് കിങ്കു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ രക്തം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഓക്കെ, അതാണ് എനുമ എലീഷിൻ്റെ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലഡിൻ്റെ നോഹയുടെ ഇത് ഗിൽഗമേഷ്, എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിക്കകത്ത് ഒരു അഹങ്കാരിയായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവായിരുന്നു ഈ ഗിൽഗമേഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രാജാവ് യുറൂക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ അഹങ്കാരിയായത്. അപ്പോൾ ഈ രാജാവിൻ്റെ എഗനസ്റ്റായിട്ടോ, ആ സ്വഭാവത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ആളുണ്ടാക്കി, ഇങ്കീതു എന്ന് പറഞ്ഞ ഒരു ആളിനെ ഉണ്ടാക്കി. ആ ആൾ ഇവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ഇവർ തമ്മി അങ്ങ് നല്ല ഫ്രണ്ട്സായി. അത് കഴിഞ്ഞ് ഇവരൊരു യാത്ര തുടങ്ങുകയാണ്. അപ്പം ഈ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വനത്തിൽ കൂടെ പോകുന്നത്. വനത്തിൽ കൂടെ പോയപ്പം അവിടെ ഒരു ദൈവമുണ്ട്. ഈ സെയിം കിങ്കു എന്ന് പറഞ്ഞ പോലുള്ള കോൺസെപ്റ്റ് അല്ല, രാവണൻ പോലുള്ള കോൺസെപ്റ്റ് പോലുള്ള ഒരു ഹുംബാംബ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവമായിട്ട് ഫൈറ്റ് ചെയ്തു. ആ ദൈവത്തെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. അപ്പോൾ അതിന് ദേഷ്യത്തിന് അവിടെയുള്ള ഈ സീഡർ വുഡ് മുഴുവൻ അവർ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ദൈവങ്ങളെല്ലാം ഇവരോട് ദേഷ്യമായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഈ ഇസ്താർ എന്ന് പറഞ്ഞ ഒരു ദേവതയുണ്ട്. ഇസ്താർ, അത് നമ്മൾ മറ്റുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ISIS എന്ന് പറഞ്ഞ IS എന്ന് പറഞ്ഞ ഒരു ദേവതയുണ്ട്. ആ ദേവതയ്ക്ക് ഒപ്പമുള്ള ഈ നമ്മളിത് നോക്കിയാൽ ഈ ദേവന്മാരും ദേവതകളെല്ലാം നമ്മുടെ ഹിന്ദു അതെല്ലാം വെച്ച് എടുത്ത് നോക്കിയാൽ ഇതെല്ലാം വേറെ വേറെ പേരുകളുണ്ടെങ്കിലും സെയിം കോൺസെപ്റ്റാണ് ഇവരെല്ലാം. രാവണൻ നമ്മുടെ ഹിന്ദുവിൽ വരുന്നു, ഇവിടെ വരുമ്പം ഹുമാമ്പ, എപ്പിക് ഓഫ് ഗിൽഗമേഷ് വരുമ്പം ഹുമാമ്പ, അതേപോലെ എനുമ എലീഷി വരുമ്പം കിങ്കു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെല്ലാം ഒരു കോൺസെപ്റ്റാണ്, എല്ലാം ഒരു പല പേരുകളുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇസ്താർ എന്ന് പറഞ്ഞ ദേവത ഇവരെ ഈ ഗിൽഗമേഷിനെ സ്നേഹത്തിൽ കൂടെ ഇതെടുത്തിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ ഈ ഗിൽഗമേഷ് അതിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ടായി. അവർ സ്വർഗത്തിൽ നിന്ന് ഒരു ബുള്ളിനെ വിട്ടു. ഈ സെയിം ബുള്ളിൻ്റെ കഥ ഈജിപ്തിലുമുണ്ട്. അപ്പം അവിടെ ഒരു കൗവായിട്ട് സ്വർഗത്തിൽ നിന്നുള്ള പശുവായിട്ടാണ് വരുന്നത്. അപ്പം അതിനെ വെച്ച് നോക്കിയാൽ നമ്മൾ ഹിന്ദുക്കളുടെ ഈ പശുവിനോടുള്ള സ്നേഹം നമ്മുടെ ചെറിയൊരു ഇതുണ്ട്, താരതമ്യമുണ്ട്. എനിവേ, അപ്പം ഒരു സ്വർഗത്തിൽ നിന്നൊരു ബുൾ വന്നിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ എന്നാൽ ആ ബുള്ളിനെ ഇവർ രണ്ടുപേരും കൂടെ കൊന്നു. അപ്പോൾ ഇതിന് ദേഷ്യത്തിന് ദേവന്മാരെല്ലാം കൂടെ അങ്ങ് ദേഷ്യപ്പെട്ട് ഈ ഇങ്കീതു എന്ന് പറഞ്ഞ ഈ ഗിൽഗമേഷിൻ്റെ കൂട്ടുകാരനെ അവർ കൊല്ലുവാനിടയായി. അപ്പം മരണം ആദ്യമായിട്ടാണ് ഈ ഗിൽഗമേഷ് കാണുന്നത്, മരിച്ചു പോകുന്നുള്ളത്. അതുകൊണ്ട് ഇയാൾ ഭയങ്കര സങ്കടമായി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരിയും വേറെ ഇതുണ്ട് കേട്ടോ, ഞാൻ ചുരുക്കത്തിൽ പറയുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഗിൽഗമേഷ് ഈ മരിക്കാതിരിക്കാനുള്ള ഇതെന്താണെന്ന് നോക്കിയപ്പം ഉത്നാപ്പിഷ്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം ഈ ഉത്നാപ്പിഷ്ടം എന്ന് പറഞ്ഞ ആൾ
ഇതിനു മുമ്പേ ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിക്കകത്ത് ഈ ഗിൽഗമേഷ് എപ്പിക് ഒരു ഭാഗം അതിന് മുമ്പ് ക്രിയേഷൻ ഉണ്ട്. ഈ കൊല്ലുന്ന ഇതുണ്ട്. മനുഷ്യരെല്ലാം ദൈവങ്ങൾ സൗണ്ട് കാരണം കൊല്ലുന്നുണ്ട്. അപ്പം അന്ന് ഒരു അവരുടെ ദൈവം ഈ ഈ ഉത്തനാഭിഷ്ടത്തെ നീതിമാനാന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഈ ഉത്തനാഭിഷ്ടത്തിന് ഇത് കൊടുത്തു, ഞാൻ ഭൂമിയെ കൊല്ലാൻ പോവാണ്, നീ ഒരു ബോട്ടുണ്ടാക്കി രക്ഷപ്പെട്ടോളാം പറഞ്ഞു. അപ്പം അങ്ങനെ രക്ഷപ്പെട്ട് ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന വ്യക്തിയാണ് ഈ ഉത്തനാഭിഷ്ടം. അപ്പം ഗിൽഗമേഷ് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ